ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ജു കുട്ടൂസ് വ്ലോഗ്. ലഹരി കേസും മീറ്റു കേസും പുലിനഹത്തിന്റെ കേസും ഒക്കെ ഇതിനൊക്കെ ശേഷം വേടന് പുതിയൊരു പ്രതിച്ഛായ കിട്ടിയിട്ടുണ്ട്. റാപ്പർ അല്ല, റേപ്പർ വേടൻ എന്നും പറഞ്ഞ് പുതിയ ഹാഷ്ടാഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവ ഡോക്ടറിനെ, ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. പരാതിയിലാണ് അവരെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ 2020-21 കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി. ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ 2023 അവസാനമായപ്പോഴേക്കും ഈ ഡോക്ടർ ടോക്സിക് ആണെന്നും പൊസസീവ് ആണെന്നും ഒക്കെ പറഞ്ഞ് അവരെ വേടൻ ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ഡിപ്രഷനിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്കും വിഷാദത്തിലേക്കും ഒക്കെ പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നീട് പലതവണ ചികിത്സ തേടി ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. അതിനൊക്കെ ശേഷം ഒടുവിൽ ഈ വേടനെതിരെ കഴിഞ്ഞ ഇടയ്ക്ക് 2 കേസുകൾ വന്നിരുന്നു. വനംവകുപ്പിന്റെ കേസ്, അതിനൊപ്പം ഈ ലഹരി കേസ്. അതിനിടയിൽ ആ സമയത്ത് ഒന്നിലേറെ സ്ത്രീകൾ വേടനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു ആരോപണങ്ങളിൽ വീണ്ടും പ്രതികരിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിൽ എന്താണ് ചോദിച്ചൊക്കെ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഈ സ്ത്രീ, ഈ ഡോക്ടർ ഇപ്പോൾ എല്ലാം ഉറപ്പിച്ച് വേടനെതിരെ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഇത് വിശദമായി പറയുന്നുണ്ട്. തന്നെ എന്തൊക്കെ ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ മൊഴിയിൽ പറയുന്നുണ്ട്. പോലീസ് ആ പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലേറെ തവണ ബലാത്സംഗം കേസ് ചെയ്തതിന് IPC വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ആ വേടനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ മൊഴി പരിശോധിക്കുകയാണ്. നേരത്തെ നടന്ന സംഭവങ്ങളാണ്, പക്ഷേ കേസ് എടുത്തത് കൊണ്ട് തന്നെ വേടനെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് കേസ്. പെൺകുട്ടി ഈ വേടന്റെ കടുത്ത ആരാധികയായിരുന്നു. അപ്പൊ പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹം മൂത്ത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു. ഫോൺ നമ്പർ കൈമാറി. അങ്ങനെ സംസാരിച്ചു വന്ന് പരസ്പര ഇഷ്ടത്തിലായി. പിന്നീട് എന്തോ ഫേസ്ബുക്കിന്റെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി താമസിക്കുന്ന കോഴിക്കോട് ഫ്ലാറ്റില് വേടൻ പോവുകയും അവിടെ ചെന്ന് സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചു എന്നാണ് ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടിയ ന്യൂസ്. അത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഒരിടത്തുനിന്ന് അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുംബിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ചുംബിച്ചതിന് ശേഷം തന്നെ ബലാത്കാരമായി കീഴ്പ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് നടക്കുന്നത് ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ആയിരിക്കാം. പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങളെല്ലാം, പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങളെല്ലാം ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ നടന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കോടതിയിലും ആ വാദം തള്ളിപ്പോവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇപ്പൊ ഇത്രയും തെളിവുകൾ നിരത്തി ആ പെൺകുട്ടി പറയുന്നെങ്കിൽ എന്താ, ആദ്യമേ ഈ കേസിന്റെ ഫസ്റ്റ് രീതി എന്നുള്ള അനുസരിച്ച് ആ പെൺകുട്ടിക്ക് പല രേഖകളും ഹാജരാക്കാൻ കിട്ടുന്നുണ്ടായിരിക്കും. ചിലപ്പോ പുള്ളിക്കാരന്റെ പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പൈസ കൊടുത്തതിന്റെ മണി ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. പിന്നെ അവര് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത്, അവിടുത്തെ CCTV ഫുട്ടേജുകളൊക്കെ കിട്ടും. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്, അയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഫ്രണ്ട്സിന്റെ മൊഴിയൊക്കെ അന്വേഷിച്ചാല് ഒരു പ്രൈം രേഖകൾ കിട്ടും. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം. രാത്രി തന്നെ, അതായത് വേടനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടുകയും അങ്ങനെ നമ്മളിവിടെ സ്റ്റേഷനിലേക്ക് വരികയുമായിരുന്നു. അതിനുശേഷമാണ് പോലീസ് പുലർച്ചയോടുകൂടി FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രധാനമായും തന്നെ ഈ 376(2) എന്നുള്ള വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ IPC 376(2) എന്ന വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് ഈ ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പുള്ള ഒരു കേസ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസും അല്ലെങ്കിൽ ആ ടൈമും ഒക്കെ തന്നെ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പായതുകൊണ്ടാണ് IPC വകുപ്പുകൾ അതിലേക്ക് ചുമത്തിയിരിക്കുന്നത്. റിപ്പീറ്റഡ് റേപ്പ് എന്നുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ വേടനെതിരെ തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി ഇന്നലെ രാത്രി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതനുസരിച്ച് കോഴിക്കോട് വെച്ചും ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചും അവരെ പലപ്പോഴായി റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് വേടനെതിരായ ആരോപണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ യുവതി ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നടത്തി, തന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അനുസരിച്ചാണ് താൻ ഈ വേടന് വഴങ്ങിക്കൊടുത്തത്. മാത്രവുമല്ല, അയാളുടെ വാക്കിൽ താൻ വിശ്വസിച്ചു. അയാൾ വിവാഹം കഴിക്കുമെന്ന് താൻ കരുതി. പക്ഷെ അത് പിന്നീട് ഉണ്ടായില്ല. തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി പിന്നീട് നടന്നു. 2023 മാർച്ചിന് ശേഷം തന്നെ ഒഴിവാക്കാൻ പല പല കാരണങ്ങൾ കണ്ടെത്തി. തന്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല, തന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. താൻ കൂടുതൽ പൊസസീവ് ആകുന്ന കാര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ തന്നെ ഒഴിവാക്കാൻ വേടൻ മനഃപൂർവ്വം. അപ്പൊ ഇതൊക്കെയാണ്
ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വേറെ കുറച്ച് സംഭവങ്ങൾ. അപ്പോ ഇതിലവർ പറയുന്നത് 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതിന് ഈ 2021 മാർച്ചിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാനായിട്ട് വേടൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വന്നതെന്നാണ്. അതായത് ആ പെൺകുട്ടി ഭയങ്കര ടോക്സിക് ആണ്, പൊസസീവ്നെസ് ആണ്, അതുകൊണ്ട് തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ നോക്കിയതെന്നൊക്കെ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. ഇത് ശരിക്കും ഒരു വേടനെ പോലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സംഭവമാണോ, അതോ ഇത് ശരിക്കുള്ള കാര്യമാണോ എന്ന് നമുക്കും അറിയില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ പറഞ്ഞത് ആദ്യത്തെ ഒരു എന്താണ് ബലാത്സംഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത് നമുക്ക് പറയാം അവരുടെ അറിവോടെയല്ല, പെൺകുട്ടിയുടെ സമ്മതത്തോടെ അല്ല നടന്നെന്ന് പറയാം. പക്ഷെ ബാക്കി പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങളെല്ലാം ഈ പെൺകുട്ടി അറിയാതെ കൺസെന്റ് നൽകാതെ ഉള്ള സംഭവങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഒരു അബദ്ധം പറ്റാം, എന്നാലും പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് വീണ്ടും വീണ്ടും ചെയ്യുന്നതിന് ഒരു അബദ്ധമായിട്ട് നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത്രയും നാൾ അയാൾക്ക് വേണ്ടി ക്ഷമിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. തന്റെ ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് താനിപ്പോ ഇങ്ങനൊരു കേസിന് മുതിർന്നതെന്ന് ആ പെൺകുട്ടി എവിടെയോ മൊഴി പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ കണ്ടായിരുന്നു. എവിടെയാന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പോ ഇതൊക്കെയാണ് വേടനെതിരെയുള്ള പുതിയ കേസും കാര്യങ്ങളും. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതൊരു ആസൂത്രിതമായിട്ടുള്ള സംഭവമാണോ അതോ ശരിക്കും നടന്ന സംഭവമാണോ എന്ന് കണ്ടറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഇതില് ശരിക്കും ആ പെൺകുട്ടിയെ കുറ്റം പറയേണ്ട കാര്യമുണ്ട്. കാരണം ആദ്യത്തെ തവണ കൺസെന്റ് ഇല്ലാതെ നടന്ന കാര്യത്തിന് പിന്നീട് കൺസെന്റ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് ആ ഒറ്റ തവണ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് നിന്നേനെ, അത് അവിടെ കൊണ്ട് തീർന്നു പോയേനെ. അതിന് പകരം അത് ഇത്രയും വലിച്ചു നീട്ടി അയാളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ച് ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് ശരിക്കും മണ്ടത്തരമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഇത്രയും പഠിപ്പ് വിവരമുള്ള ഒരു പെൺകുട്ടി. അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടി ആയിരുന്നു. പിന്നെ വേടനെ സംബന്ധിച്ച് സൊസൈറ്റിയിൽ ഇത്രയും ഇമേജ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അയാളുടെ പ്രസന്റ് ലൈഫിനെ ബാധിക്കുമെന്ന് ഓർത്ത് അയാൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ലായിരുന്നു. അപ്പോ രണ്ടുപേരുടെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. അപ്പൊ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.